രാവിലത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടോളൂ കേട്ടോ. വലിയൊരു കൃഷിഭൂമിയാണ്. കിലോമീറ്ററിൽ കിടക്കുന്ന രണ്ട് മലയടിവാരങ്ങളുടെ ഇടയിൽ കിടക്കുന്ന കൃഷിഭൂമി. ചോളത്തോട്ടമാണ് കൂടുതലും. കണ്ടോ, കിലോമീറ്ററുകളാണ് ചോളത്തോട്ടം കിടക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് 3 ദിവസത്തെ മഴയ്ക്ക് ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ്. വളരെ മനോഹരമായ കൃഷിഭൂമി, മലയടിവാരമാണ്. തൊട്ടടുത്തൊക്കെ ചോളം നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഈ വഴിയുടെ ഇങ്ങേ തലക്കിലും ചോളം തന്നെയാണ്. ചോളവും കോട്ടൺ കൃഷിയുമാണ്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര മഴ മാറി ഒരു തെളിവ് കണ്ടതോടെ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ കാർമേഘങ്ങളൊക്കെ പാറി നടക്കുന്നത് കാണാം. എങ്കിലും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, വഴി സൈഡിൽ നിറയെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. എത്ര മനോഹരമാണെന്ന് നോക്കി. വളരെ മനോഹരമായ കാഴ്ച. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. ഇവനെ ഇവിടെ ഒരുത്തനുണ്ട്. അവനൊരു വലിയ പ്രശ്നക്കാരനാണ്. ഇട്ടോ പാഞ്ഞു കല്ലെടുത്തപ്പോൾ പാഞ്ഞു പോയി. അപ്പോൾ ശരി, യാത്ര തുടരാം, അല്ലെങ്കിൽ സൈക്കിൾ മറിയും. അപ്പോഴത്തെ നമ്മുടെ യാത്ര പതിയെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ മാതളവും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും വിൽക്കുന്ന ഒരു സ്ഥലം കണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സൈക്കിൾ നിർത്തി. കാരണം നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ പയ്യൻ്റെ അടുത്തുനിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച്. ആ ഭായ്, आपका नाम क्या है? അനിക്കൽ. ഓക്കെ, അനിക്കിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരു അര കിലോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ യാത്ര നേരെ ഗോവ സൈഡിലോട്ടാണ്. അപ്പോൾ ഗോവ സൈഡിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ പതിയെ ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. അടുത്ത ഹൈവേ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 500 കിലോമീറ്ററാണ് നമുക്ക് ഗോവയ്ക്കുള്ളത്. അപ്പോൾ ഗോവ സൈഡിലോട്ട് പോവുകയാണ്. ചെറുതായിട്ട് മഴയാറുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കയറി നിൽക്കണോ അതോ യാത്ര ചെയ്യണോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ ഏതൊക്കെയാലും മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വലിയ തടാകം, മഴയായതുകൊണ്ട് ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ അങ്ങേ തലയിൽ സൈഡിലൊക്കെ നമുക്ക് കൃഷിഭൂമികൾ കാണാൻ പറ്റും. ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിഭൂമികൾ. ഇതിൻ്റെ വലിയൊരു തടാകമാണ്. ഈ മലയുടെ 2 സൈഡിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെക്ക് ഡാമുണ്ട് ഇവിടെ. ഇത് കണ്ടപ്പം വണ്ടി നിർത്തിയില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് വലിയ നഷ്ടമാകും. അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയാണ്. ഈ ചെക്ക് ഡാമിൻ്റെ ഇവിടുന്ന് ഈ നദി ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇവിടുന്നാണ് ഈ നദി ആരംഭിക്കുന്നത്. വലിയൊരു വെള്ളച്ചാട്ടത്തിൽ കൂടിയാണ് ഈ നദി ഇങ്ങനെ കടന്നു പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ചെറിയ കാടാണ്. കാടിൻ്റെ നടുവിലാണിത്. നമ്മൾ ഹൈവേന്ന് പെട്ടെന്ന് ഇത് കാണാൻ പറ്റില്ല. ഈ ചെക്ക് ഡാം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വേണ്ട, വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം. മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. കാണുമ്പോൾ വലിയ നല്ല രസമുണ്ട് കാണാൻ. ഹലോ, കേരള അപ്പോൾ ഇവിടെ നമുക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ, आपका नाम क्या है? അലി. आपका? നവീൻ. ഓക്കെ. അപ്പോൾ നവീനും അലിയും നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇതുണ്ടോ, അങ്ങ് ഒഴുകി പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വലിയൊരു പുഴയായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വളരെ മനോഹരമായ നദിയുടെ കാഴ്ച, ഒരു സ്റ്റാർട്ടിങ്ങാണ്, ഒരു നദിയുടെ സ്റ്റാർട്ടിങ്ങാണ് ഈ കാണുന്നത്. മഴക്കാലമായതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുണ്ടോ, നമുക്കിതിൻ്റെ ഇത്രയും ഭാഗത്തൂടെ വരാം.
ഉള്ളിലോട്ടൊന്നും അലൗഡല്ല. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ നദി പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. സൂപ്പറല്ലേ? അപ്പം നമ്മുടെ കാഴ്ചകൾ ആന്ധ്രാപ്രദേശിൻ്റെ കാഴ്ചകളാണ്. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി അപ്പുറത്തേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ ഒരു കാടിൻ്റെ ഉള്ളിലാണ്. ഇങ്ങോട്ട് വലിയ കാര്യമായിട്ട് എൻട്രി ഇല്ല, എങ്കിലും നമ്മളിങ്ങോട്ട് കയറി പോകുന്നതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ തന്നെ സഹിക്കുക. പിന്നെ നമ്മൾ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. ഇതുണ്ടോ, വളരെ മനോഹരമായി ആ നദി ഇങ്ങനെ കുത്തി ഒഴുകി പോവുകയാണ് കല്ലിൻ്റെ മേളിൽ നിന്ന് കല്ലിൻ്റെ മേളിലോട്ട്. അപ്പോഴത്തെ നമ്മൾ ഹൈവേ കൂടെ വരുന്ന വഴിയാണ്. 163 കൂടെയുള്ള യാത്രയിലാണ് ഗോവയ്ക്ക്. അപ്പോൾ രേഗടി മയിൽവാരം എന്നുള്ള സ്ഥലത്തെത്തിയപ്പോഴത്തെ ഇവിടുത്തെ കുറേ ആളുകൾ നമ്മളെ പിടിച്ചു നിർത്തി. ഭായി ആപ്കാ നാം ക്യാ ഹൈ? പേര് മാരുതി. മഹേഷ്. നവീൻ. ശ്രേണു. അനിൽ. बाबा आपका पेरू? लक्ष्मण. पेरू? शिवा. कार्तिक. एक और दूसरा है. हाँ चाचा. പേര്? ലിംഗപ്പ. അപ്പോൾ ഇത്രയും പേര് നമ്മളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തടഞ്ഞു നിർത്തിയിട്ട് ഇത് കണ്ടോ, വെള്ളവും ബ്രെഡും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ. ഓക്കെ ഇത് റെക്കോ. അപ്പോഴത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മഴയാണ്. അപ്പോഴത്തെ ഇന്നലെ നമ്മൾ ഈ SR പമ്പിലാണ് കിടന്നത്. ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഹലോ ബ്രോ. आपका नाम क्या है? भास्कर. नरेश और नरेश. दो नरेश है. ये दोनों नरेश है. ഈ നരേഷാണ് ആദ്യമേ എന്നെ കണ്ടത്. അദ്ദേഹം എന്നെ വിളിച്ച് ഇവിടെ ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേനും ഞാൻ പിന്നെ വൈകുന്നേരം ഈ നരേഷിനോട് ചോദിച്ചു ഇതർ സ്റ്റേ ചെയ്താൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ അവർ മുതലാളീനെ വിളിച്ച് സംസാരിച്ച് മുതലാളി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഈ റൂമിലാണ് കിടന്നത്. എൻ്റെ മൊബൈലെല്ലാം ചാർജ് ചെയ്യാൻ പറ്റി. 2-3 ദിവസമായിട്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് മൊബൈൽ ചാർജിങ് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മൊബൈലൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുഞ്ഞ് റെഡിയാണ് കേട്ടോ. അവൾ പോകാൻ റെഡിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്തുകൂടി ഒരു നായ്ക്കുട്ടി വന്നതുകൊണ്ട് അവൾ ഇച്ചിരി ഒച്ചയൊക്കെ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ SR പമ്പിൽ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നൊരു 60 കിലോമീറ്റർ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇന്നലെ നമുക്കൊരു 54-55 കിലോമീറ്റർ ഇന്നലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ആയി. കാരണം മറ്റൊന്നുമല്ല, മൊബൈലൊന്നും ചാർജിങ് ഇല്ലായിരുന്നു. അപ്പോൾ മൊബൈലെല്ലാം ചാർജ് ചെയ്ത് ഇവർ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ ഇവർ വാങ്ങിച്ചു തന്ന് അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. കോട്ടൺ കൃഷിയാണ്. കിലോമീറ്ററുകൾ കോട്ടൺ കൃഷി കാണുന്ന ആദ്യത്തെ കാഴ്ച. അതുപോലെ തന്നെ ഇടവളകളായിട്ട് മറ്റ് കൃഷികളൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ മുൻപ് ചോളപ്പാടത്ത് പോയ പോലെ തന്നെ കോട്ടൺ കൃഷിയുടെ ഒരു വലിയ ഏരിയയാണ്. നമ്മൾ കർണാടകയുടെ ബോർഡറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കോട്ടൺ ഫാക്ടറികളാണ്, അതായത് സ്പിന്നിങ് മില്ലുകളാണ് ആ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ധാരാളമായിട്ട് കോട്ടൺ കൃഷി, അതായത് ഹൈവേയുടെ 2 സൈഡും കോട്ടൺ കൃഷിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കോട്ടൺ കൃഷിയാണ്. കിലോമീറ്ററുകളാണ് കേട്ടോ. ഞാൻ ഈ വന്ന ഏരിയയിൽ മുഴുവൻ കോട്ടൻ്റെ കൃഷിയാണ്. ചണമല്ല, കോട്ടൻ്റെ കൃഷി. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്ങേ സൈഡിലാണ് നമ്മുടെ കുഞ്ഞിരിക്കുന്നത്. വെയിലുള്ളതുകൊണ്ട് അവൾക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ 2 ദിവസം കൂടി ചിക്കൻ കഴിച്ചത് ഇന്നലെയാണ്. കാരണം അമ്പലത്തിലൊക്കെ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും വെജിറ്റേറിയനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേ 163 കൂടെ ഇങ്ങനെ കർണാടകയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണാടക കടന്നു വേണം നമ്മൾ ഘാട്ട് കയറി പോകാൻ. അപ്പോൾ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് കുഞ്ഞിനെയും കൂടിയൊക്കെ ഇന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് കണ്ടോ. भाई आपका नाम क्या है? നരേന്ദ്രൻ. आपका? ശ്രാവൺ. അപ്പോഴത്തെ 2 പേര് നമ്മളെ കാണാൻ വന്നതാണ്. കേരള. हिंदी आता है. हिंदी आता है.
इधर जा रहे इधर जा रहे नहीं उधर है उस तरफ जा रहे हैं गोवा साइड जा रहे हैं हाँ जी ये बारिश का मौसम है ना आज बस थोड़ा अच्छा हो गया पीछे लिखा है അപ്പോൾ അതേ കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട് അതെ നമ്മളെ കാണാൻ വന്നവരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങനെ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ ചെറിയ രീതിയിൽ സൂര്യനൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് അത് കണ്ടോ ഇതെല്ലാം കോട്ടൻ്റെ കൃഷിയാണ് കോട്ടൺ കൃഷി കൂടാതെ ഇവിടെ ചെറുപയറിൻ്റെ കൃഷിയുണ്ട് നമ്മുടെ പച്ച കളറിലുള്ള ചെറുപയറിൻ്റെ കൃഷിയാണിത് ഈ കാണുന്നത് മുഴുവൻ നല്ല രസമുണ്ട് കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ നിൽക്കുന്ന ചെടി കാരണം ഇവിടെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് നന്നായിട്ട് പൂത്തും നിൽപ്പുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി പരിപ്പാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പരിപ്പാകാനാണ് സാധ്യത അപ്പോൾ അതിൻ്റെ ഇടയിൽ പച്ചപ്പയറാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ചെറുപയർ അപ്പോൾ വളരെ മനോഹരമായ ഒരു കൃഷിഭൂമിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കിലോമീറ്ററുകളാണ് കേട്ടോ ഇവിടുത്തെ ഞാൻ എപ്പോഴും കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ 10 സെൻറ്റ് 20 സെൻറ്റ് കൃഷിയല്ല ഇതിങ്ങനെ കിടക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ കൃഷി സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ ഇത് ആ സൈഡ് കാണുന്നത് മുഴുവൻ കോട്ടൻ്റെ കൃഷികൾ ഇവിടെ ഇത് പരിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ പല സ്ഥലത്തും ഇത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ വിത്ത് എന്താണെന്ന് എനിക്കറിയില്ല ആരോട് ചോദിച്ച് മനസ്സിലാക്കാനും ഇവിടെ ആൾക്കാരാരുമില്ല വളരെ ദൂരത്തിൽ ആ കൃഷി തന്നെയാണ് ആ സൈഡെല്ലാം ആ കൃഷി തന്നെയാണ് അപ്പോൾ ഈ 163 കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈവേ ആണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരുപാട് പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട് ഇത് കണ്ടോ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ കണ്ടോ കിലോമീറ്ററാണ് ഒരു 2 കിലോമീറ്റർ ഒറ്റയടിക്ക് നമുക്ക് കാണാൻ പറ്റും അതുപോലത്തെ ഹൈവേ ആണ് കുഞ്ഞിതേ മുട്ട കൊടുത്തിട്ട് കഴിക്കാതെ അവൾ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ മുട്ട കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ എണ്ണയിൽ പൊരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതേ അവൾക്ക് ഇഷ്ടമുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമ്മൾ ഈ കോട്ടൺ കൃഷിക്കിടയിലൂടെ ഇത് 1-2 കിലോമീറ്റർ അല്ല കേട്ടോ അത് കണ്ടോ അങ്ങനെ സൈഡിലോട്ടെല്ലാം കാണാൻ പറ്റും ഇതുണ്ടോ കൃഷി കിടക്കുന്നതുണ്ടോ ഇത് ഇങ്ങനെയൊക്കെ കാണുന്നതിൽ ഈ ഏരിയയിലോട്ട് തന്നെ വരണം ഇതുപോലത്തെ കൃഷിഭൂമികൾ കാണണത് ഉള്ളിലോട്ടൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കാരണം ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല നമ്മൾ കയറി ചെല്ലുന്നത് കാരണം പ്രായമായ ആളുകളാണല്ലോ കൂടുതലും കൃഷിയിലേക്ക് വരുന്നത് ഇവിടെയൊക്കെ പ്രായമായ ആളുകളാണ് കൂടുതലും ഉള്ളത് പിന്നെ ആടിനെ മേയ്ക്കുന്ന ആളുകളും കൂടുതലാണ് അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലോട്ടൊന്നും കടന്നു പോകാത്തത് പക്ഷേ വഴിയിൽ വരുന്ന എല്ലാവരും നമ്മളെ വന്ന് സംസാരിക്കുകയും നമ്മുടെ യാത്രയെക്കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ചിന്തിക്കാൻ പറ്റാത്തൊരു ഏരിയ വളരെ മനോഹരമായ ഒരു ഏരിയ ഇങ്ങനെ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്നു അതിൻ്റെ നടുവിലൂടെ കൃഷിഭൂമി ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നീണ്ടു നിവർന്ന് കിടക്കുന്ന കൃഷിഭൂമിയാണല്ലോ എത്ര മനോഹരമാണെന്ന് നോക്കി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ട് പയറും പരിപ്പും ഒക്കെ വരുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര ഈ വഴിയിലൂടെ തുടരുകയാണ് നമ്മൾ ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കർണാടകയ്ക്കുള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇതിനൊരു 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് അപ്പോഴത്തെ ഇവിടെയെല്ലാം കോട്ടൺ കൃഷിയും പരിപ്പിൻ്റെ കൃഷിയുമാണ് ആ കാണുന്ന മുഴുവൻ പരിപ്പ് കൃഷിയാണ് ഇത് ബോർഡറാണ് ഇപ്പോൾ ഞാൻ കർണാടകയ്ക്കുള്ളിലാണ് ഇതുകൊണ്ട് ഇതെല്ലാം പരിപ്പ് കൃഷിയാണ് ഇവിടെ കോട്ടൻ്റെ കൃഷിയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും സ്കൂളുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് സ്കൂളാണ് കേട്ടോ കർണാടകയിലെ ഒരു അതിർത്തി പ്രദേശത്തെ ഒരു സ്കൂളാണ് ആ കാണുന്നത് അതുപോലെ തന്നെ ഇനി ഒരു 10 കിലോമീറ്റർ പോയാലേ ഉള്ളൂ ഒരു സിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ ആ സിറ്റിയിൽ ചെന്നിട്ട് ഇന്ന് തങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് കണ്ട 2 സുഹൃത്തുക്കളാണ് ഹലോ ആപ്കാ നാം ക്യാ കാർത്തിക് ആപ്കാ കൃഷ്ണ അപ്പോൾ വഴിയിൽ വന്നപ്പോൾ ഇത് കണ്ടോ ഒരു കുഞ്ഞാവ ബൈക്കിൽ വന്നിരിക്കുന്നതാണ്ടാ बोलूटिए हाय हाय क्यों गुस्सा में है क्या नाम है आईडी क्या जॉब यात्रा यूट्यूब में इंस्टा जर्नी ऑफ जॉब ये यूट्यूब में डालेगा അപ്പോൾ നമ്മളിങ്ങനെ ഐഡിയ क्या ജോപ്പൻ്റെ യാത്ര ആ ഓക്കെ അപ്പോൾ അത് നമ്മൾ വണ്ടികളാണ് വരുന്നത് ഈ കർണാടകയ്ക്കകത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത് കർണാടകയ്ക്കകത്തൂടെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ
ക്യാമറയിൽ എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടു. ഈ ഒരു 9 കിലോമീറ്ററോട് നമ്മൾ പോയാൽ സിറ്റിക്കകത്തോട്ട് എത്തും. അപ്പോൾ സിറ്റിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മഴയ്ക്ക് സാധ്യതയുണ്ട്. രാവിലെ നല്ല തെളിവായിരുന്നു, പക്ഷേ ഇപ്പം മഴയുണ്ട്. അതുകൊണ്ട് അകലെയൊക്കെ കാറ്റാടി. നമ്മൾ കർണാടകയുടെ ഉള്ളിലൂടെ വന്നപ്പോൾ ചിത്രദുർഗയിലൊക്കെ കണ്ടതാണ്. കാറ്റാടിപ്പാടങ്ങളിൽ നിന്നാണ് കൂടുതലും ഇവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കാറ്റാടികളാണ് ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സോഴ്സസും ഉപയോഗിച്ച് കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കർണാടകയിലെ ബോർഡറിൽ കൂടെ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വലിയ കാട്ടിനുള്ളിലൂടെ വേണം പോകാൻ. അതുകൊണ്ട് ഞാൻ കർണാടകയുടെ ബോർഡറിലൂടെ വീണ്ടും കർണാടകയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച്.